ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. ബൈബിൾ റീഡിംഗ് പ്രോഗ്രാമിൽ സംബന്ധിക്കുന്ന ഏവർക്കും കർത്തൃനാമത്തിൽ സ്നേഹവന്ദനം. ഉൽപ്പത്തി പുസ്തകം 43 അധ്യായമാണല്ലോ നമ്മളിന്ന് വായിക്കുന്നത്. 42 അധ്യായത്തിൽ അവർ ജോസഫിൻ്റെ അടുത്ത് അവൻ്റെ സഹോദരന്മാരെത്തുകയും അവർ അവിടുന്ന് ധാന്യം കൊണ്ടുവന്ന് ഒരു പിതാവിനോട് ആ വിവരങ്ങളൊക്കെ പറയുകയും ചെയ്തു. അതുകൊണ്ട് ഇനിയും ബെന്യാമിൻ ഇല്ലാതെ ഞങ്ങൾക്ക് പോകാൻ സാധിക്കുകയില്ല. അപ്പം അതിന് അപ്പൻ വിസമ്മതിച്ചപ്പോൾ മൂത്ത സഹോദരനായ റൂബേൻ പിതാവിനോട് പറഞ്ഞു, ഞങ്ങളിനി ബെന്യാമിനെ ഞങ്ങൾ തിരികെ കൊണ്ടുവരുന്നില്ലെങ്കിൽ എൻ്റെ മക്കളെ രണ്ടുപേരെയും നീ കൊന്നുകൊള്ളുക. കാരണം ഇവിടെ അതികഠിനമായ ക്ഷാമമാണ്, പോകാതിരിക്കാൻ സാധിക്കുകയില്ലെന്ന് രൂപേൻ അറിയാം. അതുകൊണ്ട് അവൻ അപ്പന് വാക്കു കൊടുക്കുന്നുണ്ട്. അപ്പം യാക്കോബ് പറയുന്നു, ഈ മകനെ കൂടി എനിക്ക് നഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ നിറയെ ദുഃഖത്തോടെ നിങ്ങൾ പാതാളത്തിലേക്ക് നിങ്ങൾ ഇറക്കും. അന്ന് മരണാനന്തരം എന്ത് സംഭവിക്കുന്നെന്നോ എവിടേക്ക് പോകുന്നുവെന്നോ ആർക്കും അറിഞ്ഞുകൂടാ. മരിക്കുന്നവരൊക്കെ പാതാളത്തിലേക്ക് പോകുന്നു എന്നുള്ള ഒരു ചിന്ത മാത്രമേ അവർക്കുള്ളല്ലോ. നമ്മുടെ കർത്താവ് വന്നതിന് ശേഷമാണല്ലോ വിശ്വാസി മരിച്ചാൽ എവിടെ പോകുമെന്നുള്ള ഒരു വ്യക്തത ലോകത്തിന് ലഭ്യമാകുന്നത്. അപ്പം അത് കഴിഞ്ഞ് അവർ കൊണ്ടുവന്ന ധാന്യങ്ങളൊക്കെ തീർന്നു, വീണ്ടും പട്ടിണിയിലേക്ക് പോവുകയാണ്. ഈ 10 സഹോദരന്മാരും അവരുടെ ഭാര്യമാരും മക്കളും കൊച്ചുമക്കളും ഒക്കെ കാണും. അവർക്കൊക്കെ ധാന്യം ഭക്ഷിക്കണമെങ്കിൽ ഏറെ ധാന്യം ആവശ്യമാണ്. അപ്പം വീണ്ടും പോകേണ്ട സാഹചര്യം അവിടെ വന്നപ്പോൾ യഹൂദ ആണ് അപ്പനോട് ഇനി സംസാരിക്കുന്നത്. അദ്ദേഹം ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ബെന്യാമിൻ്റെ കാര്യം മിസ്രയീം ദേശത്ത് ചെന്ന് അവിടുത്തെ രാജാവിനോട് നിങ്ങൾ എന്തിനാണ് പറഞ്ഞത്? അതുകൊണ്ടല്ലേ ഇപ്പോൾ യവനെയും കൊണ്ട് ചെല്ലാൻ അവർ ആവശ്യപ്പെടുന്നത്. അപ്പോൾ അവർ പറഞ്ഞു, അങ്ങനെ വിചാരിച്ചല്ലോ, ആരൊക്കെ ഉണ്ടെന്ന് ചോദിച്ചപ്പോൾ ഞങ്ങളത് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ, അല്ല ഞങ്ങൾ മനഃപൂർവ്വം പറഞ്ഞതല്ല. അപ്പോൾ ജോസഫിൻ്റെ വിഷമം കണ്ടപ്പോൾ യഹൂദ ഇവിടെ ഒരു ഉറപ്പ് കൊടുക്കുകയാണ്, ബെന്യാമിനെ എൻ്റെ കൂടെ അയക്കുക, ഞങ്ങൾ അവനെ ജീവനോടെ ഇവിടെ കൊണ്ടുവരാം. അവനെ ഇനി ഞങ്ങൾ മടക്കി കൊണ്ടുവരുന്നില്ലെങ്കിൽ കുറ്റം എൻ്റെ മേൽ ആയിക്കോട്ടെ. ഈ യഹൂദ ഗോത്രത്തിൽ നിന്നാണ് സകല ലോകത്തിൻ്റെയും കുറ്റം ഏറ്റെടുത്ത് നമുക്ക് വേണ്ടി കാൽവറി യാഗമായ നമ്മുടെ കർത്താവിൻ്റെ ആഗമനം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുമ്പോൾ അതിനു മുന്നേ നടന്ന ഒരു നിഴലായി, ഒരു സൂചനയായി ഈ സംഭവത്തെയും നമുക്ക് കാണാവുന്നതാണ്. അപ്പം അത് കഴിഞ്ഞപ്പോൾ യാക്കോബിന് മനസ്സിലായി, ഇനി പോകാതെ ധാന്യം കൊണ്ടുവരാതെ ഇവിടെ ജീവിക്കാനാവില്ല. അദ്ദേഹത്തിൻ്റെ ആ പഴയ കൗശലം, വീണ്ടും ബുദ്ധി അവിടെ ഉണരുകയാണ്. അദ്ദേഹം പറഞ്ഞൊരു കാര്യം ചെയ്ത്, നിങ്ങൾ പോകുമ്പോൾ അവർക്ക് സമ്മാനവുമായിട്ട് പോകണം. അന്ന് അവിടെ കയ്യിലുണ്ടായിരുന്ന വിലപിടിപ്പുള്ള തൈലം, തേൻ, സുഗന്ധദ്രവ്യങ്ങൾ, മീറ, ബോടനണ്ടി, ബദാം പരിപ്പ്, അതും നേരത്തെ കൊണ്ടുപോയതിൻ്റെ ഇരട്ടിപ്പണവും നിങ്ങൾ കൊണ്ടുപോകണം. അപ്പോൾ ഒരു കാര്യം നമുക്ക് വ്യക്തമാണ്, അവർക്ക് പണത്തിനൊരു ദാരിദ്ര്യമില്ലായിരുന്നു, ധാന്യത്തിനായിരുന്നു ദാരിദ്ര്യമുണ്ടായിരുന്നത്. നമുക്കറിയാമല്ലോ, എത്ര പണമുണ്ടെന്ന് പറഞ്ഞാലും ഭൂമിയുടെ കാർഷിക സമൃദ്ധി ലഭിക്കുന്നില്ല എങ്കിൽ ആർക്കും ജീവിക്കാനാവില്ല. ആ കാർഷിക സമൃദ്ധി അവർക്കില്ല. അതാണ് അവരുടെ ഇപ്പോഴത്തെ വലിയ ദാരിദ്ര്യം. അപ്പം അദ്ദേഹം പറഞ്ഞു, കാരണം ഇരട്ടിപ്പണം കൊണ്ടുപോകുന്നത് ഇങ്ങോട്ട് വന്നപ്പോൾ അവർ കൊടുത്ത പണം അവരുടെ ചാക്കിൽ തന്നെ കൊടുത്തു വിട്ടുകൊണ്ട് അവർക്കൊരു നോട്ടപ്പിശക് സംഭവിച്ചായിരിക്കാം. അതുകൊണ്ട് നിങ്ങൾ അതും കൂടെ കൊണ്ടുപോയിക്കുമെന്ന് പറഞ്ഞ യാക്കോബ് ബെന്യാമീനെ കൂടെ അവരുടെ കൂട്ടത്തിൽ ഇപ്പോൾ പറഞ്ഞയക്കുകയാണ്. ഹൃദയത്തിന് വലിയ ഭാരവും വേദനയും അദ്ദേഹത്തിനുണ്ടെങ്കിലും ഇതല്ലാതെ ഇപ്പോൾ ചെയ്യാൻ മറ്റ് യാതൊരു നിർവാഹവുമില്ല. അപ്പോൾ അവർ അവിടുന്ന് ഈ ബെന്യാമിനെയും കൂട്ടിക്കൊണ്ട് ജോസഫിൻ്റെ അടുത്ത് ചെല്ലുന്നു. ജോസഫ് ഇവരെ കണ്ടപ്പോൾ ബെന്യാമിനെ കണ്ടു. അപ്പോൾ ജോസഫിന് മനസ്സിലായി, ഇതാണ് എൻ്റെ സ്വന്തം സഹോദരൻ ബെന്യാമിൻ. അവിടെ വെച്ച് അദ്ദേഹം വെളിപ്പെടുത്തുന്നില്ല,
അദ്ദേഹം അവരോട് പറഞ്ഞു, തൻ്റെ ഭൃത്യന്മാരോട് പറഞ്ഞു, ഇവരെ തൻ്റെ ഭവനത്തിലേക്ക് കൊണ്ടുപോകാൻ പറഞ്ഞു. അവിടെ കൊണ്ടുചെന്നു. എന്നിട്ട് പറഞ്ഞു അവർക്ക് അവിടെ ഒരു സദ്യ ഒരുക്കുക എന്ന് അദ്ദേഹം അവരോട് ആവശ്യപ്പെട്ടു. ജോസഫ് പറഞ്ഞ പോലെ അവർ കൂട്ടിക്കൊണ്ടുപോയി. അപ്പോൾ അവർ കൂടുതൽ ഭയപ്പെട്ടു. സഹോദരന്മാർ ഇവൻ നമ്മളോട് പകരം വീട്ടാൻ കൊണ്ടുപോവുകയാണ്. കാരണം കുറ്റബോധം മനസ്സിലുള്ളിടത്തോളം കാലം അത് നമ്മളെ വേട്ടയാടിക്കൊണ്ടിരിക്കും. അവർക്കൊരിക്കലും സന്തോഷിക്കാനാവില്ല. അവർക്ക് ഭയം മാത്രമാണ് ഉണ്ടാവുക. കുറ്റബോധം വേട്ടയാടുകയാണ്. നമ്മുടെ കർത്താവും രണ്ടാമത്തെ ആഗമനത്തിൽ നമുക്കൊരു വിരുന്നൊരുക്കും. ആ വിരുന്നിൽ പങ്കാളികളാകണമെങ്കിൽ കുറ്റബോധമില്ലാതെ വിശുദ്ധിയോടെ നീതിയോടെ ജീവിക്കാൻ നമുക്ക് സാധിച്ചെങ്കിൽ മാത്രമേ ആ വിരുന്നിൽ നമുക്ക് പങ്കെടുക്കാൻ സാധിക്കുകയുള്ളൂ. 19 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവരുടെ കുറ്റബോധങ്ങൾ അവരെല്ലാം ഏറ്റുപറയുകയാണ്. അവരുടെ കാര്യവിചാരകൻ അവരോട് പറയുന്ന ഒരു വചനമുണ്ട്, നിങ്ങളുടെ പണം നിങ്ങൾക്ക് അത് തിരിച്ചു തന്നത് നിങ്ങളുടെ പിതാവിൻ്റെയും ദൈവമാണ്. ആ ദൈവമാണ് നിങ്ങളുടെ ആ ചാക്കിൽ ആ പണം ഇത് നിക്ഷേപിച്ചത്. അപ്പം അദ്ദേഹം അങ്ങനെ പറയണമെങ്കിൽ ജോസഫ് സകല കാര്യവും തൻ്റെ കാര്യവിചാരകനോട് വെളിപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം അദ്ദേഹത്തോടു കൂടി ആലോചിച്ചുകൊണ്ടാണ് ജോസഫ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നമുക്ക് മനസ്സിലാകാം. അന്നത്തെ മര്യാദ അനുസരിച്ച് വീട്ടിൽ ചെല്ലുമ്പോൾ അതിഥികളെ സ്വീകരിക്കുന്ന രീതിയിൽ അവരുടെ കാലുകൾ കഴുകി അവരെ സ്വീകരിക്കുകയാണ്. അടിമകളായിട്ടല്ല, അതിഥികളായിട്ടാണ് അവരെ അവിടെ സ്വീകരിക്കുന്നത്. അത് കഴിഞ്ഞ് ജോസഫ് വന്നപ്പോഴേക്കും ഇവരെ വീണ്ടും ജോസഫിനെ നമസ്കരിക്കുകയാണ്. പണ്ട് ജോസഫ് കണ്ട സ്വപ്നം ഒരിക്കൽ കൂടി ഓർക്കുക. സഹോദരന്മാർ അവനെ നമസ്കരിക്കും വരുമോ എന്ന് പറഞ്ഞാണല്ലോ അവനെ അവർ പീഡിപ്പിച്ചതും കൊല്ലാൻ ശ്രമിച്ചതും ഇസ്മായിലിയർക്ക് വിറ്റുകളഞ്ഞതുമെല്ലാം. അതിനുശേഷം ജോസഫ് അവളുടെ അപ്പനെക്കുറിച്ച് അല്ലെങ്കിൽ തൻ്റെ അപ്പനെക്കുറിച്ച് അവിടെ അന്വേഷിക്കുകയാണ്. അവർ വീണ്ടും വീണ് കുനിഞ്ഞു നിന്ന് ജോസഫിനെ ഇവിടെ നമസ്കരിക്കുന്ന നമ്മൾ കാണുന്നു. ബെന്യാമീനെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞ് അവിടെ അനുഗ്രഹിക്കുന്നുമുണ്ട്. ബെന്യാമീനെ മനസ്സിലായി കഴിഞ്ഞപ്പോൾ അല്ലെങ്കിൽ ബെന്യാമീൻ്റെ അടുത്ത് വന്നപ്പോൾ അദ്ദേഹത്തിന് ദുഃഖം അടക്കാൻ സാധിക്കുന്നില്ല. വായിക്കുന്ന ജോസഫ് അകത്തെ തൻ്റെ കിടക്കറയിൽ ചെന്ന് അദ്ദേഹം കരഞ്ഞുവെന്നാണ്. വാസ്തവത്തിൽ ജോസഫ് ഇപ്പോൾ കരയേണ്ടവനല്ലല്ലോ. അവൻ ബെന്യാമീൻ ഒഴികെ ബാക്കി എല്ലാവരെയും അവൻ കരയിപ്പിക്കേണ്ടവനാണ്. പക്ഷേ ദൈവാത്മാവുള്ളൊരു മനുഷ്യന് ആ പ്രതികാര ബുദ്ധിയില്ല. അവന് ആ കരയിപ്പിക്കേണ്ടവൻ സ്വയം ഇവിടെ കരയുന്നു എന്നുള്ളതാണ്. അതാണ് ഒരു പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുമ്പോൾ മനുഷ്യനുണ്ടാകുന്ന പ്രവർത്തനം. അതാണ് സക്കറിയ പ്രവചനം 6-ാം അധ്യായം 13-ാം വാക്യത്തിൽ പ്രകാരം വായിക്കുന്നുണ്ട്. എന്നാൽ അവനോട് നിന്റെ കൈകളിൽ കാണുന്ന ഈ മുറിവുകൾ എന്തേ എന്ന് ചോദിക്കുന്നതിന് എന്നെ സ്നേഹിച്ചവരുടെ വീട്ടിൽ വെച്ച് ഞാൻ അടികൊണ്ടതാകുന്നു എന്നവൻ ഉത്തരമായി പറയും. അവനോട് നിന്റെ കൈകളിൽ കാണുന്ന മുറിവുകൾ എന്തേ എന്ന് ചോദിക്കുന്നതിന് എന്നെ സ്നേഹിക്കുന്നവരുടെ വീട്ടിൽ വെച്ച് ഞാൻ അടികൊണ്ടതാകുന്നുവെന്ന് ഉത്തരമായി അവൻ പറയും. ഇത് ഒരു പ്രവചനമാണ്. നമ്മുടെ കർത്താവിൻ്റെ ക്രൂശീകരണത്തിൽ സംഭവിച്ചതാണല്ലോ. ആരുടെ വീട്ടിൽ വെച്ചാണ് കർത്താവ് അടികൊണ്ടത്? തന്നെ സ്നേഹിക്കുന്ന യഹൂദ ഗോത്രത്തിൽ നിന്നാണ്. സ്നേഹിക്കുന്നവരുടെ വീട്ടിൽ നിന്ന് സാധാരണ ചുംബനവും ആശ്ലേഷണവും അംഗീകാരവുമാണ് ലഭിക്കേണ്ടത്. പക്ഷേ കർത്താവിന് അതിന് വിരുദ്ധമായിട്ടാണ് സംഭവിച്ചത്. തൻ്റെ ആഗമനത്തിൽ ഇത് തന്നെ പ്രവാചകൻ വീണ്ടും ചോദിക്കും, ആരാണ് നിന്നെ മുറിവേൽപ്പിച്ചത്? എന്നെ സ്നേഹിച്ചവരുടെ വീട്ടിൽ വെച്ച് ഞാൻ അടികൊണ്ടതാകുന്നുവെന്ന് കർത്താവ് ഇനി പറയാനിടയാകല്ല. യഹൂദന്മാർ ഒരിക്കൽ മാത്രമേ കർത്താവിനെ വേദനിപ്പിച്ചുള്ളൂ, ക്രൂശിച്ചുള്ളൂ, അവനെ മുറിവേൽപ്പിച്ചുള്ളൂ. അത് അവരുടെ അറിവുകേടുകൊണ്ടും ശാസ്ത്രിമാർക്കും പുരോഹിതന്മാർക്കൊക്കെ അറിയാമായിരുന്നെങ്കിലും സാധാരണ ജനങ്ങൾക്കത് അറിഞ്ഞുകൂടായിരുന്നു. എന്നാൽ നമ്മുടെ ദൈനംദിന ജീവിതത്തിൻ്റെ ഓരോ രംഗങ്ങളിലും നമ്മൾ കർത്താവിനെ വീണ്ടും വീണ്ടും അവനെ മുറിവേൽപ്പിക്കുന്നവരാണ്. അപ്പോൾ നമ്മുടെ വാക്കുകളും ചിന്തകളും പ്രവൃത്തികളും ഒക്കെ ഞാൻ നിങ്ങൾക്കെതിരാകുമ്പോൾ, നിങ്ങൾ എനിക്കെതിരാകുമ്പോൾ, നമ്മൾ പരസ്പരം എതിരാകുമ്പോൾ
ആർക്കാണ് അടികൊള്ളുക? കർത്താവിനാണ് അടികൊള്ളുക. അവൻ്റെ നാമമാണ് അപമാനിക്കപ്പെടുന്നത്. കർത്താവിനാണ് അവിടെ മുറിവേൽക്കുന്നുള്ള ബോധ്യം നമുക്കുണ്ടാവണം. ഇവിടെ സഹോദരന്മാർ ജോസഫിനെ അവൻ്റെ വീട്ടിൽ വെച്ച് സഹോദരന്മാരാൽ ഏറ്റതായ ഒരു വലിയ മുറിവ് അവനുണ്ട്. പക്ഷെ അതൊക്കെ അവൻ മറക്കാൻ ഇവിടെ തയ്യാറാവുകയാണ്. അതിനുശേഷം അവരെ ഭക്ഷണത്തിനിരുത്തി. മിസ്രൈമുകാർക്ക് വേറെയും, കാരണം അവർ ഒന്നിച്ച് ഭക്ഷണം കഴിക്കുക ഇല്ലായിരുന്നു. ഇസ്രായേൽക്കാരുടെ കൂടെ മിസ്രൈമിൽ ഭക്ഷണം കഴിക്കാത്തതുകൊണ്ട് അവർക്ക് അങ്ങനെയുള്ളവർക്ക് വേറെ സെപ്പറേറ്റ് അവർക്ക് വേണ്ടി ഭക്ഷണം ജോസഫ് അവിടെ തയ്യാറാക്കി കൊടുക്കുകയാണ്. എന്നിട്ട് അവരുടെ സീനിയോറിറ്റി അനുസരിച്ച് അവരുടെ രീതി അനുസരിച്ച് അവരെ ബഹുമാനിച്ച് ആദരിച്ച് അവർക്ക് ഭക്ഷണം കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ വായിക്കുന്നു, ജോസഫ് തൻ്റെ മേശയിൽ നിന്ന് അവർക്കൊക്കെ ഓഹരി കൊടുത്തു വിടുന്നു. തൻ്റെ സഹോദരന്മാരാണ്. എന്നാൽ ബെന്യാമീൻ 5 ഇരട്ടി അദ്ദേഹം ഓഹരി കൊടുത്തുവിട്ടു. അവരെല്ലാവരും ആ വലിയ സന്തോഷത്തിൽ പങ്കെടുക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെയും നമ്മൾ കാണുന്നത് ജോസഫ് എന്ന് പറയുന്ന നീതിമാനായ ഒരു മനുഷ്യനെയാണ് നമ്മൾ കാണുക. അദ്ദേഹം ഇന്ന് രാജാവിൻ്റെ സ്ഥാനത്ത് പ്രധാനമന്ത്രിയായി അദ്ദേഹം രാജ്യം വാഴുന്നതായ സമയത്ത് തൻ്റെ സഹോദരന്മാർ തൻ്റെ അടുത്ത് വന്നപ്പോൾ അവരോട് അദ്ദേഹത്തിന് യാതൊരു പ്രതികാര ബുദ്ധിയുമില്ല. ഇതൊക്കെ ദൈവഹിതം ആയിരിക്കാമെന്നുള്ള അദ്ദേഹം പൂർണ്ണമായും വിശ്വസിക്കുകയാണ്. അപ്പം അതുകൊണ്ട് പ്രതികാര ബുദ്ധിയില്ലാതെ തൻ്റെ സഹോദരന്മാരെ അദ്ദേഹത്തിന് സ്നേഹിക്കുവാനും കരുതുവാനും ഒക്കെ അദ്ദേഹത്തിന് സാധിക്കുന്നുണ്ട്. അതൊക്കെ നമ്മുടെ മനസ്സിലും നമ്മുടെ ജീവിതത്തിലും സാധിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മൾ പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു. അപ്രകാരം ദൈവമേ, ആ പരിശുദ്ധാത്മാവെ സഹിക്കാനും ക്ഷമിക്കാനും പൊറുക്കാനുമുള്ള കഴിവും ശക്തിയും തന്ന് ഞങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവ് അതിനെ നമ്മെ സഹായിക്കട്ടെ. എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിക്കുന്നു.